വളരെ സുപ്രധാനമായ വിധി വന്നിരിക്കുന്നു. 20 വർഷം തടവ് വിധിച്ചിരിക്കുന്നു. ശ്രീ അഡ്വക്കേറ്റ് വെങ്ങാനൂർ ശിവശങ്കർ, ഇപ്പോൾ പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടിരിക്കുന്നു. പൾസർ സുനിയെ സംബന്ധിച്ച് 7 കൊല്ലം അയാൾ ജയിലിലായിരുന്നു. അപ്പോൾ ഇനി 13 കൊല്ലം ആണ് ബാക്കിയുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. ഇടവേളകളില്ലാത്ത യാതൊരു തരത്തിലുള്ള ഇളവുമില്ലാത്ത ജീവപര്യന്തം എന്ന ആവശ്യമാണ് നിരാകരിക്കപ്പെട്ടത്. അപ്പോൾ ഈ ബാക്കിയുള്ള 13 കൊല്ലം തന്നെ ഒരുപക്ഷെ മറ്റു തരത്തിലുള്ള ആനുകൂല്യങ്ങളും പരോളും ഇളവുകളും ഒക്കെ ഉള്ള 13 വർഷമായിരിക്കില്ലേ? അതായത് പണിഷ്മെന്റ് എത്രത്തോളം വരാമെന്ന് പറയുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഞാൻ പറഞ്ഞൊരു സംഗതിയുണ്ട്. അതിനകത്തൊരു മിനിമം പണിഷ്മെന്റ് എന്ന് പറയുന്ന സംഗതി പല ഒഫൻസുകൾക്കും ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ 376 എന്ന് പറയുന്ന സെക്ഷൻ പൊതുവിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ ചില വകുപ്പുകൾക്ക് 20 വർഷം എന്ന് പറയുന്ന ഒരു മിനിമം പണിഷ്മെൻറ്റാണ്. അപ്പോൾ അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു 376നെ സംബന്ധിച്ചിടത്തോളം ഒരു മിനിമം പണിഷ്മെൻറ്റാണ് അവർക്ക് കിട്ടിയത് എന്നാണ് ഒന്ന് പറയാൻ കഴിയുന്നൊരു സംഗതി. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ സമീപകാലത്ത് കണ്ട പല സംഗതികളുമുണ്ട്. വർഷങ്ങളോളം ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞ് വിശ്വസിച്ച ആളുകൾ 1-2 മാസത്തിൽ താഴെ വരുന്ന ദിവസങ്ങളുടെ എണ്ണം മാത്രമുള്ള ജയിൽവാസം അനുഭവിച്ച സംഗതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ പ്രോസിക്യൂഷനോ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്കോ സന്തോഷിക്കാനോ ഒന്നും പറ്റുന്ന തരത്തിലുള്ള ഒരു വിധിയായി എനിക്ക് തോന്നുന്നില്ല. അതിന് നമ്മൾ കോടതിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ ഉത്തരവാദികൾ തീർച്ചയായിട്ടും പ്രോസിക്യൂഷനും ഇൻവെസ്റ്റിഗേഷനും ഏജൻസീസും തന്നെയായിരിക്കും. അപ്പോൾ ഇത് പ്രോസിക്യൂഷനെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞ ഈ ചാർജ് ചെയ്യപ്പെട്ട ശരിവെക്കപ്പെട്ട കുറ്റത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്, മിനിമം പണിഷ്മെന്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് അത്തരത്തിൽ പ്രോസിക്യൂഷനുള്ള വീഴ്ചയായി കാണാമല്ലോ. അല്ല, അത് 376 എന്ന് പറയുന്ന പൊതുവിലുള്ള ടേമിൽ പറഞ്ഞതാണ്. കൃത്യമായിട്ട് ഒഫൻസ് ഒന്ന് ജഡ്ജ്മെന്റ് വായിച്ചു നോക്കിയാലേ പറയാൻ കഴിയുള്ളൂ. എങ്കിലും ഇത്തരത്തിലൊരു ഒഫൻസിന് സാധാരണക്കാരൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മിനിമം പണിഷ്മെന്റാണ്. ഞാൻ അതാണ് ഈ വിധി വരുന്നതിന് തൊട്ട് മുന്നേ ഞാൻ സൂചിപ്പിച്ചൊരു സംഗതി. നമ്മുടെ നിയമത്തിൽ ചില മിനിമം പണിഷ്മെന്റ് പറയുന്നുണ്ട് പല പല ഒഫൻസുകൾക്കും. അതുപോലെ 376 എന്ന് പറയുന്നത് പൊതുവായി എടുത്താൽ അതിൽ വിധിക്കാവുന്ന ഒരു മിനിമം പണിഷ്മെൻറ്റ് പോലെയാണ് ഇത് ആക്ച്വലി തോന്നുന്നത്. അത് ഒരു പക്ഷേ പല ഘടകങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ടാവും. അത് ജഡ്ജ്മെൻറ്റ് വായിച്ചാൽ മാത്രമേ കൃത്യമായിട്ട് പറയാൻ കഴിയുള്ളൂ. യെസ്, തീർച്ചയായിട്ടും IPC 376D തെളിഞ്ഞാൽ ശിക്ഷ 20 വർഷത്തിൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഏറ്റവും മിനിമം പണിഷ്മെൻറ്റ് IPC 376D തെളിഞ്ഞതുകൊണ്ട്, കൂട്ടബലാത്സംഗം തെളിഞ്ഞതുകൊണ്ട് 20 വർഷത്തിൽ കുറയാൻ പാടില്ലാത്ത ശിക്ഷ വേണം എന്നുള്ളത് കൊണ്ട് മിനിമം പണിഷ്മെന്റിലേക്കാണ് പോയിരിക്കുന്നത്. പ്രോസിക്യൂഷൻ ഒട്ടും സന്തോഷിക്കാനുള്ള വകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ദിലീപിനെ വെറുതെ വിട്ടത് മാത്രമല്ല, ഈ ആക്ച്വൽ ക്രൈം സീനിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ലഭിച്ച ശിക്ഷയിലും മിനിമം പണിഷ്മെന്റ് ആകുമ്പോൾ, ഈ കുറ്റത്തിന് കിട്ടാവുന്ന മിനിമം പണിഷ്മെന്റ് ആകുമ്പോൾ അതും പ്രോസിക്യൂഷന് നിരാശ ഉണ്ടാക്കുന്നതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല.